കേരളത്തിന്റെ റെയിൽവേ വികസനം തടസ്സപ്പെടുത്താൻ നീക്കം. നിർമ്മാണം തുടങ്ങിയ വർക്കല സ്റ്റേഷൻ നവീകരണത്തിൽ റെയിൽവേയുടെ വെട്ടിനിരത്തൽ. ശിവഗിരിയിലേക്കുള്ള രണ്ടാം കവാടം ഒഴിവാക്കണമെന്ന് റെയിൽവേ. കേരയിൽ കരാർ ഏറ്റെടുത്ത പദ്ധതിയിലാണ് റെയിൽവേയുടെ അസാധാരണ നടപടി. ജിൽബി തോംസൺ ചേരുന്നുണ്ട്. ജിൽബി, വിവരങ്ങൾ. കാവ്യ, കേരളത്തിന്റെ റെയിൽവേ വികസനത്തിൽ വലിയ രീതിയിലുള്ള തടസ്സപ്പെടുത്തലുകൾ ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സിൽവർ ലൈൻ പദ്ധതിയിലടക്കം അതിൽ തടസ്സം സൃഷ്ടിക്കുന്ന നിലപാടുകൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഈ നിർമ്മാണം തുടങ്ങിയ തിരുവനന്തപുരത്ത് വർക്കലയിൽ ഈ സ്റ്റേഷൻ നവീകരണത്തിൽ ഇപ്പോൾ റെയിൽവേയുടെ ഒരു വെട്ടിനിരത്തൽ ഉണ്ടായിരിക്കുന്നത്. അതായത് മാസ്റ്റർ പ്ലാൻ തിരുത്താൻ റെയിൽവേ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കാരണം റെയിൽ കോർപ്പറേഷനായിരുന്നു ഈ വർക്കല റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ കരാർ ഏറ്റെടുത്തത്. ഇതിൽ ശിവഗിരി മഠത്തിലേക്കുള്ള രണ്ടാം കവാടം ഒഴിവാക്കണമെന്നതടക്കമാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ടെൻഡർ നൽകിയ ശേഷം പ്ലാനിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടത് ഈ പദ്ധതി സംരക്ഷിക്കുക അല്ലെങ്കിൽ ഇതിന്റെ ഈ നവീകരണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ആദ്യ പ്ലാൻ അനുസരിച്ച് മൈതാൻ റോഡിൽ നിന്ന് പ്രധാന പ്രവേശന കവാടവും ശിവഗിരി മഠം ഭാഗത്ത് രണ്ടാം കവാടവുമാണ് വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ഈ പുതിയ നിർദ്ദേശം ഇപ്പോൾ നടപ്പായാൽ ശിവഗിരി മഠം ഭാഗത്തുള്ള രണ്ടാം ഗേറ്റ് ഉണ്ടാകില്ല. ഇത് ഈ വികസന പദ്ധതിക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വെട്ടിത്തിരുത്തലുകളൊക്കെയാണ് ഇപ്പോൾ ഈ പുതിയ നിർദ്ദേശത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം 123 കോടി രൂപയുടെ പ്രവർത്തിക്കുള്ള ടെൻഡർ നടപടികളാണ് റെയിൽവേ മന്ത്രാലയം പൂർത്തിയാക്കിയത്. കേരളിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി ഇത് ഏറ്റെടുക്കുകയും ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പുതിയ പ്ലാനുമായിട്ട് അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് ഇപ്പോൾ റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ ഈ റെയിൽ വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഈ വർക്കല സ്റ്റേഷന്റെ നവീകരണം പൂർണ്ണമായിട്ടും നിലപ്പിക്കുക അല്ലെങ്കിൽ നിർത്തലാക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇതിലൂടെ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാവ്യ.